വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി ഉത്തര കൊറിയ. രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ മിസൈൽ പരീക്ഷണമാണിത്. ഹ്രസ്വദൂര മിസൈലാണ് പരീക്ഷിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം പറഞ്ഞു. ചൈനീസ് അതിർത്തിക്കടുത്തുള്ള ഉത്തര കൊറിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചതെന്നും ഏകദേശം 700 കിലോമീറ്റർ സഞ്ചരിച്ചെന്നും ദക്ഷിണ കൊറിയ വ്യക്തമാക്കി. ദക്ഷിണ കൊറിയയുടെയും US-ൻ്റെയും നിരീക്ഷണ സംവിധാനങ്ങൾ മിസൈൽ വിക്ഷേപണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നിരീക്ഷിച്ചിരുന്നതായും ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു. ജപ്പാനും ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ മിസൈൽ പരീക്ഷണത്തെ പിന്തുണച്ച് റഷ്യ രംഗത്ത് വന്നു. രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പിക്കാനും അതിനായി നടപടികൾ സ്വീകരിക്കാനും നിയമാനുസൃതമായ അവകാശം ഉത്തര കൊറിയയ്ക്കുണ്ടെന്നും റഷ്യ പറഞ്ഞു. ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണത്തിനെതിരെ US രംഗത്ത് വന്നു. ക്ഷമിക്കാൻ കഴിയാത്തതെന്നാണ് US മിസൈൽ പരീക്ഷണത്തെ വിശേഷിപ്പിച്ചത്. ജർമ്മനിയും മിസൈൽ പരീക്ഷണത്തെ അപലപിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നത്. അന്നും ദക്ഷിണ കൊറിയൻ സൈന്യമാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ദക്ഷിണ കൊറിയയിലെത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയായിരുന്നു ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. പ്യോങ്യാങ്ങിന് തെക്ക് നിന്നുള്ള പ്രദേശത്ത് നിന്നാണ് ഉത്തര കൊറിയ ഒന്നിലധികം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം പറഞ്ഞത്. ഇത് വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് 350 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചതായും സൈന്യം അറിയിച്ചു. US-മായി ചേർന്ന് ഉത്തര കൊറിയയുടെ ഏത് രീതിയിലുള്ള പ്രകോപനവും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കി. നേരത്തെ മെയ് 8-നും ഉത്തര കൊറിയ ഹ്രസ്വദൂര മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു. അടുത്തിടെ നടത്തിയ സൈനിക പരേഡിൽ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും പ്രദർശിപ്പിച്ചിരുന്നു. രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ആണവായുധ സംവിധാനമെന്നാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക മാധ്യമം ഇതിനെ വിശേഷിപ്പിച്ചത്. ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്ടോബറിൽ ദക്ഷിണ കൊറിയയിലെത്തിയത്. രണ്ടാമത് US പ്രസിഡന്റായതിനു ശേഷം മേഖലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്രയായിരുന്നു അത്. ഉത്തര കൊറിയയുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദക്ഷിണ കൊറിയയിലെ സന്ദർശനത്തിനിടെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് സന്നദ്ധത അറിയിച്ചിരുന്നു. കിമ്മുമായി കൂടിക്കാഴ്ച നടത്താൻ വീണ്ടും എത്താൻ തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് തുടർച്ചയായി ആയുധ പരീക്ഷണങ്ങളുമായി ഉത്തര കൊറിയ മുന്നോട്ടു പോകുന്നത്. 2019 ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് കൊറിയൻ അതിർത്തിയിലെ പാൻമുങ്ജോമിൽ വെച്ച് ട്രംപ് കിമ്മിനെ കണ്ടിരുന്നു. ട്രംപിൻ്റെ പുതിയ തീരുമാനത്തോട് കിം പ്രതികരിച്ചിട്ടില്ല. എന്നാൽ US പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയുടെ നല്ല ഓർമ്മകൾ തനിക്കുണ്ടെന്ന് കിം നേരത്തെ പറഞ്ഞിരുന്നു. ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ US നിർബന്ധിക്കുന്നത് നിർത്തിയാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും കിം മുമ്പ് പറഞ്ഞിരുന്നു.